ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സംഗീത് ലാൽ ഹിയർ ആൻഡ് പുതുപുത്തൻ വ്ളോഗുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം സാൻവികയാണ്. അപ്പം ഇന്ന് എന്താണ് വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കുറേ സാധനങ്ങളോട് ഇരിപ്പുണ്ട്. അതെല്ലാം നമ്മുടെ സാൻവികയുടെ ടോയ്സ് ആണ്. ആൻഡ് അതിലെ യൂണിക്കോൺ എന്ന് പറയുന്ന സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ടോയ്സ് ആണ്. അപ്പൊ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാൻവികയുടെ യൂണിക്കോൺ ടോയ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സാൻവിക തന്നെ അതിനെ കുറിച്ചിട്ട് നമ്മളോട് പറയും, ഓരോ സാധനങ്ങളും എടുത്ത് കാണിച്ച് തരും. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ സാൻവികക്ക് കുറെ യൂണിക്കോൺ പ്രൊഡക്ട്സ് ഉണ്ട് കയ്യില്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കുക. അപ്പൊ ഇതെന്താ കയ്യിരിക്കുന്നത്? യൂണിക്കോൺ പേഴ്സ്. യൂണിക്കോൺ പേഴ്സ് ആണ്. അതില് എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്? അതിനുള്ളിൽ അതിന് കുറച്ച് കനമൊക്കെ തോന്നുന്നുണ്ടല്ലോ. യൂണിക്കോൺ കീ ചെയിൻ ഉണ്ട്. അത് നന്നായിട്ട് കാണിക്കോ. സൂപ്പർ ആണല്ലോ. യൂണിക്കോൺ കീ ചെയിനും ഓക്കെ, അതൊന്ന് കാണിക്കോ. ഇത് കണ്ടോ, ഗ്ലിറ്ററിങ് ആണ്. ഇത് ഭയങ്കര സൂപ്പർ ഫീൽ ആണ് കേട്ടോ. നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഓ, അതിൻ്റെ ഒരു കിറ്റ്കാറ്റ്. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ കിറ്റ്കാറ്റ് കഴിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? പിന്നെ ഉണ്ട് കുറെ. ഇതെന്താ ഒരു വലിയ ഹൗസ്? യൂണിക്കോൺ ഹൗസ് ആണോ ഇത്? ഓ, യൂണിക്കോൺ ഹൗസ് കൊള്ളാലോ. ഓ, ഇൻസൈഡ് ഒക്കെ കേറാൻ പറ്റുമല്ലേ? ഇതിന് ഡോർ ഒക്കെ ഉണ്ട്. ഉള്ളിൽ നമുക്ക് കേറാൻ പറ്റും. ഓക്കെ, സാൻവിക ഒന്ന് കയറി കാണിക്കുവോ? ഓക്കെ, ഓ, യൂണിക്കോൺ ടെന്റ് ഹൗസിനുള്ളിലാണ് സാൻവിക ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ടോയ്സ് നോക്കാം. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സൂപ്പർ ഹൗസ് ആണ്, ടെന്റ് ഹൗസ് എന്നൊക്കെ പറയാൻ പറ്റും. രണ്ട് സൈഡില് ഡോറുണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളില്ലേ, കമ്പും കോലൊക്കെ വെച്ചിട്ടായിരുന്നു ഇതുപോലെ വീടുണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇനി കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇത് കുറെ അധികം സാധനങ്ങളുണ്ട്. വലിയൊരു യൂണിക്കോൺ. സൂപ്പർ കൂൾ ആണല്ലോ ഈ യൂണിക്കോൺ. അന്നെടുത്ത് കാണിക്കോ. ഇതൊരു യൂണിക്കോണിന്റെ സോഫ്റ്റ് ടോയ് ആണല്ലേ? ഇത് സോഫ്റ്റ് ടോയ് ആണ്. ഇത് മീഡിയം സൈസ് ആണല്ലേ? ഓ, ഇത് തീരെ മിനി സൈസ് ആണ്. ബേബി ആണല്ലേ അത്? ഓക്കെ. പിന്നെ ഇതെന്താ ഈ ഒരു ബോക്സ്? ഓ, അതിന്റെ അകത്ത് മേക്കപ്പ് മെറ്റീരിയൽസ് ആണല്ലേ? പിന്നെ ഇതെന്തുവാ? ഇത് യൂണിക്കോൺ മാജിക്. ഓ, ഇതില് പെൻസിൽ കൂർപ്പിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഷാർപ്പൺ ചെയ്യാനുള്ള സംഭവം ഉണ്ട്. പിന്നെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണല്ലേ ഈ പ്രൊഡക്റ്റ്. ഇത് തുറന്ന് കാണിച്ചു തരുമോ? ഓ, അതിന്റെ ഒന്നും ഇല്ലല്ലേ? ഓ, രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ടല്ലേ? ഓ, ഇത് വെച്ച് യൂസ് ചെയ്ത മാജിക് ട്രിക്ക് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അത് സൂപ്പർ കൂളാണ്. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഓ, യൂണിക്കോൺ കോംബ് ഉണ്ടല്ലേ? ഓ, അതിലും ഗ്ലിറ്റർ ഉണ്ടല്ലേ? അത് സൂപ്പർ ആണ്. ഓക്കെ, ദാറ്റ്സ് കൂൾ. ഷേക്ക് ചെയ്യുമ്പോ സൗണ്ട് കേൾക്കും അല്ലേ അതില്? സൂപ്പർ വൃത്തിയാണല്ലേ? പിന്നെ ഇതെന്തുവാ? യൂണിക്കോൺ ക്ലിപ്പും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൗന്ദര്യം കുത്തുന്ന ആൾക്കുണ്ടാവും. രണ്ടെണ്ണം ഉണ്ടല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് യൂണിക്കോൺ പ്രൊഡക്ട്സ് അല്ലേ റഞ്ജുന് അത്ര ഇഷ്ടമാണോ യൂണിക്കോൺ? അതെന്താ യൂണിക്കോണിനോട് അത്ര ഇഷ്ടം? ഓ, യൂണിക്കോൺസ് ഒക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റും. റഞ്ജുന് ഫ്ലൈ ചെയ്യണമെന്നുണ്ടോ? ഓക്കെ. ഓ, യൂണിക്കോൺസ് മാജിക്കും ചെയ്യും അല്ലേ? ഓ, യൂണിക്കോൺ കളർഫുൾ ആയതുകൊണ്ടാണ് ഇത്ര ഇഷ്ടമല്ലേ? അപ്പൊ യൂണിക്കോൺ പറക്കും, യൂണിക്കോൺ കളർഫുൾ ആണ്. അപ്പൊ അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലേ, മാജിക് ചെയ്യും. ഈ യൂണിക്കോൺ എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. ഈ യൂണിക്കോൺ ഇത് ഭയങ്കര ക്യൂട്ടാണ്.
പിന്നെ താഴെ പോയി. താഴെ വീണു. ഓക്കെ, എടുക്കാം. ഓക്കെ, എന്തായാലും സൂപ്പർ കൂളാണ് ഇതൊക്കെ. യൂണിക്കോൺ ഫാമിലിയാ. ഇതൊരു യൂണിക്കോൺ ഫാമിലിയാണ്. 3 യൂണിക്കോൺസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂണിക്കോണിനെ കുറിച്ചിട്ടായിരുന്നു. കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക്കോൺ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ഫ്രം സംഗീത് ലാൽ ആൻഡ് സാൻവിക.